22ാമത്തെ രാജ്യത്തേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. സൈക്കിൾ ഓടിച്ച് ഇവരൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. രാത്രി സൈക്കിളും കാര്യങ്ങളൊക്കെ. എൻ്റെ അടുത്ത് വന്നപ്പോൾ പൈസയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. രസമുള്ള ക്യൂട്ട് വീടുകളാണ്. രസമാണ്, അവിടെയൊക്കെ താമസിക്കാം. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇവിടെയാണ് ഞാൻ ക്യാമ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഈ വണ്ടി എടുക്കില്ല, ഈ വണ്ടി എടുക്കുന്ന വണ്ടിയാണ്. ചെക്കിൻ്റെ ബോർഡറിലുള്ള സിറ്റിയാണിത്. ഇതിൻ്റെ അപ്പുറം പോളണ്ടാണ്, ഈ സിറ്റിയുടെ അപ്പുറം. റെയിൽവേ സ്റ്റേഷൻ കാണുന്നു. ഇതാണ് ബോർഡർ സിറ്റി. ഇതിനപ്പുറം പോളണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ 22ാമത്തെ രാജ്യത്തേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. സൈക്കിൾ ഓടിച്ച് ബസ് സ്റ്റാൻഡൊക്കെ ഉണങ്ങി കിടക്കുന്നത്. അധികം ആളുകളൊന്നും ഇല്ലാത്ത സ്ഥലമാണെന്ന് തോന്നുന്നു. ഏത് വഴിക്കാണ് പോകേണ്ടത്? അങ്ങനെ നമ്മൾ ചെക്കിനോട് വിട പറയാണ്, ചെക്ക് റിപ്പബ്ലിക്കിനോട്. ബൈ ബൈ ചെക്ക് റിപ്പബ്ലിക്. മ്യൂസിയം. ഒരു പഴയൊരു ടൗൺ പോലെ ഉണ്ട്. നേരത്തെ ഭക്ഷണം കഴിച്ച ഉടനെ നമ്മൾ 3 പേരും ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു 3 പോലീസുകാർ വന്നു, പോലീസ് വണ്ടി. എന്നിട്ട് നമ്മുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്തു. ആരോ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടാവും ഇവിടെ കുറച്ചെണ്ണം ഉണ്ട്. കാരണം ആ സ്ഥലങ്ങളിലൊന്നും ഒരൊറ്റ ഇന്ത്യക്കാരനും ഇല്ല. ഓൺലി ചെക്കുകാർ മാത്രമേ ഉണ്ടാവുള്ളൂ. ചെക്ക് അല്ലെങ്കിൽ യൂറോപ്യൻസ്. അവരുടെ നിറമല്ലാത്ത ഒരു നിറം കണ്ടിട്ടായിരിക്കാം. ഇതാ നമ്മൾ ബോർഡർ ക്രോസ് ചെയ്യാണ്. ഇതാണ് കഴിഞ്ഞു. റിപ്പബ്ലിക്കോ പോൾസ്ക. നടന്ന് ക്രോസ് ചെയ്യാം, വണ്ടി പോവില്ല, നടന്ന് ക്രോസ് ചെയ്യാം. അങ്ങനെ പോളണ്ടിലെത്തി. 22ാമത്തെ കൺട്രി. ആദ്യം കൺട്രി കിടക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇപ്പോൾ എക്സൈറ്റ്മെൻറ്റ് കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പോൾ സ്ഥിരം പരിപാടിയാണല്ലോ കൺട്രി കിടക്കാൻ. ഇവിടെ കുറച്ച് കുടിയേറി പാർക്കുന്ന ആളുകളുണ്ട്. ഏറ്റവും ബഗേഴ്സാണ് അവർ. ഇവരൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. രാത്രി സൈക്കിളും കാര്യങ്ങളൊക്കെ. എൻ്റെ അടുത്ത് വന്നപ്പോൾ പൈസയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ടീമാണ് ഇപ്പം യൂറോപ്പ് മൊത്തം ഇടങ്ങേറാക്കുന്നത്. മറ്റു രാജ്യത്തുനിന്ന് ഇങ്ങനെ വന്ന കുടിയേറ്റക്കാരാണ് പ്രശ്നം. ഞാൻ എന്തായാലും വിടട്ടെ. ഇവിടെ സൈക്കിൾ എടുത്തു വെച്ച് കിടക്കേണ്ടി വരും. മിക്കവാറും നടന്ന് കിടക്കേണ്ടി വരും. എല്ലാവരും നടന്ന് കിടക്കുന്നുണ്ട്. ഇത് സിയസൻ എന്ന് പറയുന്ന, എന്താ അതിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ ഇതൊന്നും നമുക്ക് അങ്ങനെ വായിക്കാൻ പറ്റില്ല. എല്ലാം
ചിലപ്പോൾ പ്രൊനൗൺസിയേഷനൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് പോളണ്ട്, ജസ്റ്റ് ബോർഡർ സിറ്റിയാണ് കേട്ടോ. അത് ടോട്ടലി ഡിഫറെൻറ്റ്, ഇതുവരെ കണ്ടതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവം. ഇങ്ങനെയുള്ള സംഭവം ഞാൻ എന്തോ സംതിങ് ഡിഫറെൻ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. എന്തായാലും കൊള്ളാം. ഇനി നമുക്ക് പോളണ്ട് എക്സ്പ്ലോർ ചെയ്യാം. ക്രാക്കോവിൽ പോവാം. ക്രാക്കോവിൽ നിന്ന് വാർസോ ആണ് പോളണ്ടിൻ്റെ ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. പോളണ്ട് കാഴ്ചകൾ, പോളണ്ടിലെ വില്ലേജ് കാഴ്ചകളാണ് ഇനി മുതൽ കേട്ടോ. 2 ആഴ്ച ഇനി പോളണ്ടിലുണ്ടാവുക. വളരെ മനോഹരമായ കാഴ്ചകളാണ്. യൂറോപ്പിലേക്ക് കയറി കഴിഞ്ഞപ്പം പിന്നെ എല്ലായിടത്തും നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ തന്നെ. അപ്പോൾ നമുക്ക് ആ കുന്നിൻ്റെ മുകളിലൊക്കെ വീടുകളൊക്കെ ആയിട്ട് നല്ല രസമുള്ള ക്യൂട്ട് വീടുകളാണ്. എന്ത് രസമാണ് അവിടെയൊക്കെ താമസിക്കാം. ഭയങ്കര രസമായിരിക്കും. രാവിലെയൊക്കെ എഴുന്നേറ്റ് പുറത്തിറങ്ങുമ്പോഴൊക്കെ പൊളി വൈബായിരിക്കും. ദൂരെ നിന്ന് കാണുമ്പോൾ വിചാരിക്കും ഒരു ഒറ്റത്തട്ട് വീടാണ്. ഇത് 3 തട്ടുണ്ട്. ഇതിൻ്റെ അണ്ടർഗ്രൗണ്ട് ഉണ്ട്, ഒരു തട്ടുണ്ട്, അതിന് മുകളിൽ വേറെ തട്ടുണ്ട്. വിൻഡോ ഉണ്ടോ? ഇതാണ് ഇഷ്ടപ്പെടാത്തത്, കയറ്റം. ഇറങ്ങാ കയറുക. എനിക്കിവിടെ ഇഷ്ടമല്ലാത്തത് ഇത് മാത്രമേ ഉള്ളൂ. വിചാരിച്ച സ്പീഡിൽ പോകാൻ പറ്റുന്നില്ല, കയറ്റം കാരണം. എങ്ങനെയെങ്കിലും ഒന്ന് ക്രാക്കോവിലെത്തിയാൽ മതിയായിരുന്നു. നല്ല ക്ഷീണമുണ്ട്, എന്താന്ന് മനസ്സിലാവുന്നില്ല. ഫുഡ് എത്തായിട്ടാ. ഇന്നാണ് ഇപ്പോൾ കാര്യമായിട്ട് ഫുഡ് കഴിച്ചത്. ഇന്നലെയും മിനിഞ്ഞാന്നും കാര്യമായിട്ട് ഫുഡില്ല. ഇന്ന് കഴിച്ച ഫുഡൊക്കെ ഒന്ന് ബോഡിയിലേക്ക് കയറണം, റെസ്റ്റ് എടുക്കണം, എന്നാലേ ശരിയാവുള്ളൂ. അല്ലാ, ഇന്ന് നല്ല ടയേർഡായിട്ടുണ്ട്. കട്ട ക്ലൈമ്പായിരുന്നു. ഏകദേശം 110 കിലോമീറ്റർ ഓടി. മതി. ഞാനൊരു സ്ഥലം കണ്ടു വെച്ചിട്ടുണ്ട്. കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇവിടെ ക്യാമ്പ് ചെയ്യാമെന്ന് വിചാരിക്കുക. റോഡ് സൈഡിൽ തന്നെയാണ്, പക്ഷേ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇവിടെയാണ് ഞാൻ ക്യാമ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഈ വണ്ടി എടുക്കില്ല, ഈ വണ്ടി എടുക്കുന്ന വണ്ടിയല്ല, ഇത് കട്ടപ്പുറത്തുള്ള വണ്ടിയാണ്. എപ്പോഴോ കൊണ്ടിട്ട വണ്ടി അതൊക്കെ. അതും കട്ടപ്പുറത്തുള്ള വണ്ടിയാണ്. ഒരു പഴയ കൊട്ടക്കാര ഷോപ്പാണ്, പഴയ ആക്രികൾ വിൽക്കുന്ന ഷോപ്പാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇന്നിവിടെ ക്യാമ്പ് ചെയ്യാമെന്നാണ്. സൈക്കിൾ ഇതുമായിട്ട് ലോക്ക് ചെയ്യാം, ഇവിടെ അങ്ങോട്ട് ക്യാമ്പ് ചെയ്യാം. ഓക്കെ, ഇതാകുമ്പോൾ റോഡ് സൈഡിൽ തന്നെയാണ്, എന്നാൽ റോഡുമ്പോൾ ആരും കാണുകയില്ല. ഇങ്ങനൊരു സ്ഥലം എങ്ങനെയോ കിട്ടിപ്പോയതാ. ഇതിലും നല്ലൊരു സ്ഥലം എനിക്ക് കിട്ടുമോയെന്ന് അറിയില്ല, കുറച്ചും കൂടി മുമ്പോട്ട് പോയാൽ. അതുകൊണ്ട് ഇവിടെ കുറച്ച് നിലത്ത് കുറച്ച് പണിയുണ്ട്, അതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് ടെൻ്റ് അടിക്കാൻ പോവാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കൂടെ കമൻറ്റും ചെയ്തോളൂ. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. നല്ല ടയർഡാട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തോളൂ, കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ. അപ്പോൾ പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നാളെ ക്രാക്കോവിലേക്കാണ്. ക്രാക്കോ അവിടെ 2 ദിവസം സ്റ്റേ ഉണ്ട്. എൻ്റെ കൂടെ പഠിച്ച ഷെറോണും പിന്നെ കുറേ ടീമും ഉണ്ട് അവിടെ. ആരിഫ്, ഇങ്ങനെ കുറച്ച് ആളുകൾ അവിടെ ഉണ്ട്. അവരുടെ കൂടെ 2 ദിവസം
ക്രാക്കോവിലാണ്. അപ്പോൾ ഇന്നിപ്പോൾ തൽക്കാലം ഞാനിവിടെ ടെൻ്റടിച്ച് കിടന്ന് ഉറങ്ങാൻ പോവാണ്. വരുന്നിടത്ത് വെച്ച് കാണാം, അത്രേ ഉള്ളൂ. എനിക്ക് ഇനി ഒരു അടി മുമ്പോട്ട് പോകാനുള്ള ആവതില്ല. ഫുൾ എനർജി കത്തി കിടക്കണം. അപ്പോൾ ശരി, ഓക്കെ, ബൈ.